യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്താ പാസ്റ്റർ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. വിശ്വാസത്തിൽ വന്ന് 2.5 മാസം കഴിഞ്ഞപ്പോഴാ എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗം കണ്ടത്. ഞാനതിനെ രോഗം എന്നല്ല വിളിക്കുന്നത്, ഇറ്റ്സ് എ സ്പിരിറ്റ്. അത് രോഗത്തിന്റെ ബാധയാണ്. ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവൻ രക്തത്തിന്റെ അംശമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? പാവനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടുന്ന യൂണിപ്പ് അലക്കി തേച്ച് മിനുക്കി ഇട്ട് കൊടുക്കും. പക്ഷെ 3ാമത്തെ പീരീഡ് ആകുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും, കൊച്ചിനെ വന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകും. അതെന്നാ ഇട്ടിരിക്കുന്ന യൂണിഫോം മൊത്തം ബ്ലഡിന്റെ അംശമാണ്. ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവൻ അലക്കി തേച്ച് മിനുക്കി ഇട്ട് കൊടുക്കുന്ന ഫംഗ്ഷൻ ഡ്രസ്സ്. അവൻ ഉച്ചയായ സമയം ചൂട് കൂടി വരുമ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയോ വസ്ത്രത്തിൽ കയറി പിടിക്കോ. ഒരു പെൺപൈതല ഭാവി ഉടഞ്ഞുപോയി. ഏതൊക്കെയോ റൂമിന്റെ അകത്തളകൾ എന്റെ ചേച്ചി ഒതുങ്ങിപ്പോയപ്പോ അവൻ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇടുന്ന ഡ്രസ്സ് മൊത്തം രക്തത്തിന്റെ അംശമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 24 മണിക്കൂർ ഒബ്സർവേഷനാ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ ഡോക്ടർ റിപ്പോർട്ട് അടിച്ച് കൈ തന്നു. റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്കെന്നറിയാമോ? ഈ കുഞ്ഞിന്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തം ഒഴുകുന്നത്. പിന്നെ ഈ കുഞ്ഞിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളില്ലേ, ആ രോമകൂപങ്ങളിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞ് ഡ്രസ്സെ കയറി പിടിക്കുക. സാറേ, ഒരു സംശയമുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തൊന്ന് രോമത്തിൽ നിന്ന് എങ്ങനെ ബ്ലഡ് പൊടിയുന്നത്? വിയർപ്പല്ലേ പൊടിയുന്നത്? മെഡിക്കൽ സയൻസിന്റെ വ്യാഖ്യാനം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നു കഴിഞ്ഞാൽ അവന്റെ ശരീരം ഷിവറിങ്ങിലേക്ക് എത്തും. നിങ്ങൾക്കറിയാം, എക്സാഹോളിൽ കയറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഷിവറിങ് വരും. അവർക്ക് വിറയിലുണ്ടാകും. വേദിക്കകത്ത് കയറുമ്പോൾ അവർക്ക് ഷിവറിങ് ഉണ്ടാകും. ആ ടെൻഷൻ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. എന്നാൽ പ്രായമുള്ളവർക്ക് അങ്ങനല്ല, അവർക്കത് അറ്റാക്കായി മാറും. അപ്പോഴാ ഡോക്ടർ പറയുന്നത്, അച്ഛനെ 2 അറ്റാക്ക് കഴിഞ്ഞതാ, ഇനി അച്ഛനെ മനസ്സിന് ഭാരപ്പെടുത്തുന്ന ഒന്നും പറയല്ലേ, 3ാമത്തെ അറ്റാക്കിന് സാധ്യതയുണ്ട്. ചിലർക്ക് മാനസിക മണ്ഡലത്തിൽ വ്യത കൂടി വന്നാൽ അറ്റാക്കിലേക്ക് തിരിഞ്ഞു പോകും. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, അവർ രക്തധമനികൾ പൊട്ടു. എന്നിട്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പല്ല, പിന്നെ രക്തം പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ വാക്ക് ശരിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഗെത്സമന തോട്ടത്തിന്റെ മണ്ണിനകത്തേക്ക്. അരുമനാഥൻ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മുട്ടുമടക്കിയപ്പോ വിയർപ്പ് തുള്ളിയല്ല, രക്തത്തുള്ളി ഒഴുക്കി യേശു പ്രാർത്ഥിച്ചത്രേ. യേശുവിന്റെ ശരീരത്തിനകത്ത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മാനവരാശിയുടെ പാപം യേശു ശിരസാൽ ഏറ്റെടുക്കുമ്പോ പാപം അറിയാത്തവന് നെഞ്ചിന്റെ മിടിപ്പ് കൂടി കാണുമോ? എനിക്കറിയത്തില്ല. ഇന്ന് രാത്രിയിൽ എന്തായാലും യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പല്ല, രക്തമൊഴുകി യേശു പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ ചോദ്യം, 4ലും 5ലും പഠിക്കുന്ന ഒരു പെൺപൈതലിന്റെ ജീവിതത്തിനകത്ത് ഇത്ര ടെൻഷൻ വരുമോ? ഇല്ല. അപ്പൊ ഇത് രോഗമല്ല, ഇറ്റ്സ് എ സ്പിരിറ്റ്, രോഗത്തിന്റെ ബാധ. അവസാനത്തെ ഒരു റെഫറൻസ് ലെറ്റർ. എന്തോ റെഫറൻസ് ലെറ്റർ എന്നറിയാമോ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകും. ഇല്ല, കുഞ്ഞു മരിച്ചു പോകും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ അമ്മയുടെ പിതാവ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ടാക്സി വിളിക്കാൻ പോയപ്പോ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് 2.5 മാസം തികയുന്നല്ലേ ഉള്ളൂ. എൻ്റെ മാതാവ് പെട്ടെന്ന് ഓടി വന്ന് വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കി, ബൈബിൾ എന്തോ പറയുന്നെന്നറിയാം. ഇന്ന് രാത്രി വിശ്വസിക്കാതെ ഞാനൊരു വാക്ക് പറയാം, നിന്റെ സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്തേ എന്നറിയാൻ എൻ്റെ മാതാവ് വേദപുസ്തകം എന്ന് തുറന്നു. കണ്ണടച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, യേശുവേ നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോ ഇന്ന് രാത്രി നീ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞ് എൻ്റെ മാതാവ് കണ്ണു തുറക്കുമ്പോ അത്ഭുതമാ പ്രിയരെ. പുതിയ നിയമത്തിൽ ഒരു വാക്യം എൻ്റെ കണ്ണിപ്പെട്ടു. വാക്യം, രക്തസ്രാവമുള്ളവൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ രക്തസ്രാവം നിന്നുപോ. എൻ്റെ മാതാവിന് മനസ്സിലായി, എൻ്റെ യേശു എന്നോട് സംസാരിക്കുക. എൻ്റെ ചേച്ചിയെ പിടിച്ച് എൻ്റെ മാതാവ് റൂമിനകത്ത് കൊണ്ടുവന്നു, ഡോറ് ലോക്ക് ചെയ്തു. അന്ന് അർജുനൻ കുട്ടിക്കും കുടുംബത്തിനും ഇരുന്ന് ആരാധിക്കാൻ ഒരു പ്ലാസ്റ്റിക് പാ പോലും ഇല്ല. അന്ന് ഞങ്ങൾക്കുള്ളതൊരു പുൽപ്പായ, അത് വിരിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ ശൈലി, ഒരു കരം ആ വാക്യത്തിന്റെ മുകളിൽ വെച്ചു, മറുകരം എൻ്റെ സഹോദരിയുടെ മേൽ വെച്ചിട്ട് പറഞ്ഞപ്പോ, ഈ വാക്യം സത്യമാണെങ്കിൽ ഇതിനകത്തുള്ള രോഗശാന്തിയുടെ അഭിഷേകം ഈ കയ്യിലൂടെ പാസ് ചെയ്ത എൻ്റെ കൊച്ചിന്റെ ശരീരത്തിലോട്ട് കയറി പിടിക്കട്ടെന്ന് ഒറ്റ മണിക്കൂറത്തെ പ്രാർത്ഥനയാ. 1 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മാതാവ് കണ്ണു തുറന്നു നോക്കുന്നത് എൻ്റെ ചേച്ചിയിട്ട വെള്ള ബെറ്റിക്കൊട്ടിനകത്ത് രക്തമുണ്ടോന്ന അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ ദേശത്തോട് ഞാൻ പറയാ, ഒറ്റ ഡ്രോപ്പ് രക്തം പിന്നെ നാളിതുവരെ തൻ്റെ ശരീരത്തെ കാണാ എൻ്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. എനിക്ക് വിശ്വാസമാ, ശരീരത്തിനകത്തൊഴുകുന്ന 100 കണക്കിന് രോഗത്തിന്റെ ആസക്തികളെ ഇന്ന് രാത്രിയിൽ അടിവേരി പറിച്ച് പുറത്തു കളയാ. വാക്തത്വമശികം നിന്റെ ശരീരത്തിൽ ജനിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കാരോ ചേർത്തടിച്ച ശക്തിയോടെ ആ സീഡിനെ ഇന്ന് രാത്രി പുറത്തു കളഞ്ഞ യേശുവിന്റെ നാമത്തിൽ